കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കേരള സർവീസ് പെൻഷൻകാരോടും സർക്കാർ ജീവനക്കാരോടും കേരള സർക്കാർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് സർക്കാർ ആരോഗ്യ സാമ്പത്തിക വിഷയങ്ങളിൽ സഹായം നൽകുക, പോലീസ് പരിശീലനകാലം സർവീസിൻ്റെ ഭാഗമായി പരിഗണിക്കുക, മെഡിസെപ്പ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഗുണഭോക്താക്കൾക്ക് പ്രയോജനകരമാകുന്ന വിധം നടപ്പിലാക്കുക, ക്ഷാമബദ്ധ ക്ഷാമാശ്വാസ കുടിശ്ശികകൾ ഉടൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. EMS സ്റ്റേഡിയത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് കളക്ട്രേറ്റിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ KPCC ജനറൽ സെക്രട്ടറി M. ലിജു ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി G. രാജേന്ദ്രൻ, സംസ്ഥാന സെക്രട്ടറിമാരായ THM ഹസൻ, K. സജികുമാർ, വനിതാ ഫോറം സംസ്ഥാന പ്രസിഡന്റ് ലക്ഷ്മിക്കുട്ടിയമ്മ, KL ബാൽ, K. വേണുഗോപാൽ, VR പൊന്നൻ എന്നിവർ പ്രതിഷേധ പരിപാടിയിൽ സംസാരിച്ചു. പോലീസുകാരാണ് സാധാരണ ഒരു പോലീസ് സ്റ്റേഷനിലുള്ളത്. ഈ 44 പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ തന്നെ റൊട്ടേഷനും അല്ലെങ്കിൽ ആഴ്ചയിലുണ്ടാകുന്ന ഓഫുമൊക്കെ കണക്കിലെടുക്കുമ്പോൾ 20-21 പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് യഥാർത്ഥത്തിൽ ഒരു സമയം സ്റ്റേഷനിൽ ലഭ്യമാകുന്നത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ 128 പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ട ജോലി 20-22 പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തു കഴിഞ്ഞാൽ ആ ജോലി സമ്മർദ്ദം താങ്ങുവാൻ സാധിക്കും. കടുത്ത സമ്മർദ്ദമാണ്. അതോടൊപ്പം തന്നെ സർക്കാരിന്റെ വരുമാന വർധനവ്, സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും ദൂർത്തും മൂലം ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വവും പോലീസിന് തന്നെ കൊടുത്തിരിക്കുകയാണ്, കോട്ട കൊടുത്തിരിക്കുകയാണ്. നാട്ടിലാകമാനം പെറ്റി കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിടിക്കുവാനുള്ള ഉത്തരവാദിത്വം പോലീസിനാണ്. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ സാധാരണ രീതിയിൽ സെയിൽസ് എക്സിക്യൂട്ടീവിനാണ് ഇത്തരം ടാർഗറ്റ് കൊടുക്കുന്നത്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുകൾക്ക് ടാർഗറ്റ് കൊടുക്കുന്നത്. പക്ഷെ പോലീസ് ഇപ്പൊ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുകളെ പോലെ ടാർഗറ്റ് കൊടുക്കപ്പെടുന്ന അവസ്ഥയാണ്. ഉദ്യോഗസ്ഥന്മാർ ചോദിക്കുന്നത് കോട്ട തികഞ്ഞില്ല എന്നുള്ള ചോദ്യം ഉയരുകയാണ്. അപ്പൊ എല്ലാ തരത്തിലുമുള്ള ജോലി സമ്മർദ്ദം, 100-നടുത്ത് ഉദ്യോഗസ്ഥർ ഈ കാലയളവിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ ആ ജോലിയിൽ നേരിടുന്ന സമ്മർദ്ദം, കുടുംബത്തിനോടുൾപ്പെടെ കുഞ്ഞുങ്ങളോടുൾപ്പെടെ നീതി പുലർത്താൻ കഴിയാത്ത സാഹചര്യം, ഇതൊക്കെയാണ് ആത്മഹത്യയിലേക്ക് വഴിതിരിക്കുന്നത്. അപ്പൊ എത്ര ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെ കേരളത്തിലെ പോലീസ് തന്നെ കടന്നു പോകുന്നു എന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ്. അതോടൊപ്പം അക്രമികളിൽ നിന്ന് ആവശ്യമായ സുരക്ഷ ലഭിക്കുന്നുണ്ടോ?